ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇന്ന് PSC നടത്തിയ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് സെക്കൻഡ് സ്റ്റേജ് അത്ര ടഫായിരുന്നില്ല. അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. എന്നാലും നമുക്കറിയാം LGS ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ കട്ട് ഓഫ് ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 70 എബോവ് ഒക്കെ കിട്ടിയവർക്ക് പ്രതീക്ഷയ്ക്കുള്ളൊരു വകയും ഈ ഒരു എക്സാമിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം: സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ: ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. 5. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി: സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതിയാണ് ആൻസർ സി ആയിരുന്നു, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. 6. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി മമ്മൂട്ടി. 7. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. 8. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട. 9. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 2018. അടുത്ത ക്വസ്റ്റ്യൻ 10-ാമത്തെ: റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? ഓപ്ഷൻ സി സുമതി. 11. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഓപ്ഷൻ സി ഗഗൻയാൻ. 12. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ. 13. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഓപ്ഷൻ എ മനു ഭാക്കർ. 14. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ സി കൊൽക്കത്ത. 15. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കാരക്കോറം. 16. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അതിൽ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. എല്ലാം ശരിയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ: ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ: ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. 3. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. 4. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഈ 4 പോയിന്റും ശരിയായിരുന്നു.
17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അതിൽ 2ഉം 4ഉം മാത്രമാണ് ശരി. നമുക്ക് ശരിയുത്തരം വായിക്കാം. 2, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട്. 4, ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? അതിൻ്റെ ആൻസർ ഇല്ല, അപ്പോൾ ഡിലീഷൻ പോകാനാണ് ചാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19, ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. ഇത് 2ഉം ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അടുത്തത് 20, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 3 മാത്രം. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. അടുത്ത ക്വസ്റ്റ്യൻ 21, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. 1988. അടുത്ത ക്വസ്റ്റ്യൻ 22, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. IUCN. 23ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻ ബി സൗദി അറേബ്യ. 24, രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത്? രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത്? ഓപ്ഷൻ സി സിഗ് എന്നതായിരുന്നു ആൻസർ. ZIG. 25, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. 26, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 2ഉം 4ഉം ആയിരുന്നു ശരി. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. ശരിയായിട്ടുള്ള ആൻസേഴ്സ് വായിക്കാം. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പിന്നെ പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസർച്ച് നാച്ചുറൽ പാർക്ക്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. നിലമ്പൂർ. 28, ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ എംബോക്സ്. 29, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഓപ്ഷൻ ബി ആസാം. 30, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ സി നാഗാലാൻഡ്. 31, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്. ലോകകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കാർസാപ്പ്. KARSAP. 32, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ. ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മേറ്റ.
33-ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ, നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. 34, ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി അമൃതം. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. 36, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ഓപ്ഷൻ ബി 3 പേർക്ക് ലഭിച്ചു. 37, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി കരൾ. 38, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഓപ്ഷൻ ബി മലമ്പനി. 39, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. 40, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി EEG. 41, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു. വില്യം ബെൻഡിക് പ്രഭു. 42, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്ന് മാത്രമായിരുന്നു ശരി. ശരിയായ പ്രസ്താവന വായിക്കാം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയോ തോപ്പിയും. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. 43, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഓപ്ഷൻ ഡി പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 44, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം. 45, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ? ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ, 3ഉം 4ഉം. മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദിയും. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദിയും. ഓപ്ഷൻ ബി. 46, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. 47, 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ. 48, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തിടുക. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ, 1ഉം 2ഉം. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം? 2, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. 49, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വൈറ്റമിൻ എ. ഓപ്ഷൻ എ വിറ്റാമിൻ എ. 50, കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി നാളികേരം. 51, ചേരുംപടി ചേർക്കുക. ഒരു വശത്ത് രചയിതാക്കളും മറുവശത്ത് കൃതികളുമായിരുന്നു നൽകിയിരുന്നത്. അതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. നമുക്ക് ശരിയായ ആൻസർ വായിക്കാം. വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രരാക്ഷസം, ശുദ്രകൻ, മൃച്ഛകടികം. ഒന്നുകൂടെ പറയാം. വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രരാക്ഷസം, ശുദ്രകൻ, മൃച്ഛകടികം.
52 കൃത്രിമോപഗ്രഹം ആദിത്യ-L1 വിക്ഷേപിച്ച വാഹനം. കൃത്രിമോപഗ്രഹം ആദിത്യ-L1 വിക്ഷേപിച്ച വാഹനം. ഓപ്ഷൻ എ PSLV C-57. PSLV C-57. 53 സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? 53 സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആഗസ്ത് കോംതെ. ഓപ്ഷൻ ഡി ആഗസ്ത് കോംതെ. 54 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 55 മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ദിനസന്ദേശം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് ഏത് സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്? ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ, മണ്ണ് ദിനം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് 2023 ലോക മണ്ണ് ദിന സന്ദേശമായിരുന്നു. 56 പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് ഓപ്ഷൻ എ രാസോർജം. 57 മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി. ഓപ്ഷൻ സി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 58 എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. 2 വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. 3 രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 4 രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചത്? എല്ലാം തന്നെ ശരിയായിരുന്നു. ഒന്നുകൂടെ വായിക്കാം. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നശിപ്പിക്കപ്പെടുന്നില്ല. 59 1 എല്ലാ ധാതുക്കളും അയിരാണ്. 2 എല്ലാ അയിരുകളും ധാതുക്കളാണ്. 3 അയിരുകളും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ, 2 മാത്രമാണ് ശരി. 60 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 61 രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 62 1821 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. 1821 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ, 1, 2, 3 ശരി. 1 ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. 2 നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3 നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. 63 ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി പാലക്കാട്. 64 ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. 65 കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്. ഓപ്ഷൻ സി കോലത്തുനാട്. 66 ഓൺലൈൻ ഗെയിമിംഗ് വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 66 ഓൺലൈൻ ഗെയിമിംഗ് വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി 30%. 67 കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാട്. 68 പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി ആലപ്പുഴ. 69 എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ.
എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? ഓപ്ഷൻ ബി ശാസ്താംകോട്ട. 70. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി. അതിൽ റീഡ് തവളകള്, കക്കയം, ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. ഒന്നും കൂടെ വായിക്കാം. റീഡ് തവളകൾ, കക്കയം, ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ, സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. 71. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 72. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. 73. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 1ഉം 3ഉം. 1 സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, 3 സ്വാശ്രയത്വം. 74. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. 1, 2, 3 ശരിയായിരുന്നു. സൈനിക നടപടി, ലയന കരാറ്, അനുരഞ്ജനം. 75. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. 2ഉം 4ഉം. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 76. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്. 77. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ഗോദാവരി. 78. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 2003. 79. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനത്ത് ആണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 80. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. ഇന്ദിരാഗാന്ധി. അടുത്തത് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും മാത്രമേ വായിക്കുന്നുള്ളൂ. 81 ഓപ്ഷൻ ബി 47. 82ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ 1000. 83 ഓപ്ഷൻ എ 3. 84ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി 23. 85ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി 2052. 86ാമത്തെ ക്വസ്റ്റ്യൻ പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തതേത്? ഓപ്ഷൻ എ 8, 7, 3. 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി 8. 88ാമത്തെ ക്വസ്റ്റ്യൻ അതിന് ആൻസർ ഇല്ല, അപ്പോൾ അത് ഡിലീഷൻ ആകാനാണ് ചാൻസ്. 89 ഓപ്ഷൻ ഡി 17/5. 90 ഓപ്ഷൻ ബി 1.221. 91 ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 1395. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ഭാര്യ. 93 ഓപ്ഷൻ ഡി നൈഫ്. 94 ഓപ്ഷൻ എ 12. 95 ഓപ്ഷൻ സി x+y. 96 ഓപ്ഷൻ ഡി 884. 97 ഓപ്ഷൻ എ 27. 98 ഓപ്ഷൻ എ 8000. 99 ഓപ്ഷൻ ബി 48. 100 ഓപ്ഷൻ എ 71.
അപ്പം നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കൂടെ രേഖപ്പെടുത്തണം. താങ്ക്